പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനും വിവാദങ്ങൾക്കുമൊടുവിൽ ചെർപ്പളശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് ചലിച്ചു തുടങ്ങി. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ ഏർപ്പെടുത്തിയ പുതിയ ട്രാഫിക് പരിഷ്കരണങ്ങളെ തുടർന്നാണ് പുതിയ ബസ് സ്റ്റാൻഡ് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കത്തിൽ യാത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് പരിഹരിക്കുമെന്നാണ് നഗരസഭയുടെ കണക്കുകൂട്ടൽ. പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിനും വലിയൊരു ആശ്വാസമാവുകയാണ്. ചെർപ്പളശ്ശേരിയുടെ വികസന ചരിത്രത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ട വലിയൊരു സ്വപ്നത്തിനാണ് ഇപ്പോൾ ചിറക് മുളച്ചിരിക്കുന്നത്. ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത് ആവിഷ്കരിച്ച ഈ പദ്ധതി കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതിയുടെ കാലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. എന്നാൽ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം കാലങ്ങളായി ഈ ബസ് സ്റ്റാൻഡ് അടഞ്ഞുകിടക്കുകയായിരുന്നു. പിന്നീട് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കാൻ തയ്യാറാകാത്തത് വലിയ അനിശ്ചിതത്വങ്ങൾക്ക് വഴിവെച്ചു. തുടർന്ന് നടന്ന നിരവധി വിവാദങ്ങൾക്കും സമരങ്ങൾക്കുമൊടുവിൽ പുതിയ ഭരണസമിതി എത്തിയതോടെയാണ് ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് നഗരസഭ പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ നിർബന്ധിതരായി. ഗതാഗത പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് തന്നെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തണമെന്ന തീരുമാനം വലിയ ഗതാഗതക്കുരുക്കാണ് നഗരത്തിൽ സൃഷ്ടിച്ചത്. ഇതോടെയാണ് അനിശ്ചിതത്വത്തിലായ പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പൂർണ്ണ തോതിലെത്തിക്കാൻ നഗരസഭ തീരുമാനിക്കുന്നത്. ബസ് സ്റ്റാൻഡ് യാർഡിന് പുറമെ യാത്രക്കാർക്കായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാണ് നഗരസഭ ഇത് പ്രവർത്തനക്ഷമമാക്കിയത്. ട്രാഫിക് നിയന്ത്രണത്തിന്റെ ഭാഗമായി പുത്തനാലിക്കൽ ക്ഷേത്രത്തിന് കീഴിലുള്ള കാളപ്പുറമ്പും ബസ്സുകൾ നിർത്തിയിടുന്നതിനായി അനുവദിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ചൂണ്ടിക്കാട്ടി ഇതിനെ എതിർത്തിരുന്ന ബസ് ഉടമകളും തൊഴിലാളികളും പിന്നീട് നഗരസഭയുടെ തീരുമാനത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്തു. സൗകര്യമുണ്ട്, പക്ഷെ കുറച്ചുകൂടി പണി ഇതാവാണ്ട്. അത് ലേശം വീതി കൂട്ടുക, വണ്ടി ഇറങ്ങുന്ന ഭാഗം ലേശം വീതി കൂട്ടുക, പിന്നെ ഈ ഭാഗം ആ ഭാഗമൊക്കെ ഒന്ന് കട്ട വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വണ്ടികൾക്ക് വെക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നമ്മുടെ ഈ വലിയ ആശങ്ക ഉണ്ടായിരുന്നു, ഇവിടെ ആൾക്കാർ വരില്ല, യാത്രക്കാർ വരില്ല എന്നുള്ള ആശങ്ക സർവ്വസാധാരണ ഇതാവുന്നത്. വരും, ആൾക്കാർ വരും, അറിഞ്ഞുകൊണ്ട് ആൾക്കാർ വരും. ആൾക്കാർക്ക് കടകളും അവിടെ ഇതൊക്കെ ആകുമ്പോൾ അതിന് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ അവിടെ ടൗൺ സ്റ്റാൻഡിൻ്റെ ആൾക്കാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ലല്ലോ. ഈ പട്ടാമ്പിൽ പോണ ബസ്സുകൾ ഇപ്പം നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ നിർത്തും ചെയ്യും അല്ലേ? അങ്ങനെയല്ല ക്രമീകരണം. അവിടെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് അവിടുന്ന് ആളെടുത്ത് പോവാം, ഇവിടുന്ന് ടൈമിനെടുക്കുക, അവിടുന്ന് ആളെടുത്ത് നമുക്ക് പോവാം. യാത്രാക്ലേശം പരിഹരിക്കാൻ പോലീസും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ജനപ്രതിനിധികളും ഒരേ മനസ്സോടെ കൈകോർത്തതിലൂടെ ഒത്തൊരുമയുടെ പുതിയൊരു സന്ദേശം കൂടിയാണ് ചെർപ്പളശ്ശേരി സമൂഹത്തിന് പകരുന്നത്. പുതിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും പരിചിതമാകുന്ന പ്രതീക്ഷയിലാണ് നഗരസഭ അധികൃതർ. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.